പക്ഷെ കേട്ടാൽ അവിശ്വസനീയം എന്ന് തോന്നുന്ന ഒരു പ്രചരണം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പം പലരും കേൾക്കുമ്പോൾ പൊട്ടിച്ചിരിക്കും. പക്ഷെ ആ പ്രചരണം നടക്കുമെന്ന രീതിയിൽ പലരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യയോടൊപ്പം ചേരും. അതായത് വിഭജിച്ചു പോയ ഭാഗങ്ങളൊക്കെ കൂടിച്ചേരുന്ന ഒരു വലിയ ഭാരതം. ഈ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടക്കുകയാണ്. ഇതിന് ശരിക്കും അവിശ്വസിക്കേണ്ടതുണ്ടോ? ഇതൊരു വെറും തമാശ കഥയാണോ? ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്? നമുക്കതിലൊരു വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷേ നമുക്ക് അവരെ പോലെ എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ ഭാവനയിൽ കൊണ്ടുവരാനായിട്ട് ഒരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റാണ്. അത് വേണമെങ്കിൽ ശരിയാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ പല ഇടങ്ങളിലും ഭാരതത്തിൻ്റെ കൊടി ഉയർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട്. അത് ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങൾ തന്നെ. അതിന് ചില കാരണങ്ങളെന്ന് പറയുന്നത് എക്കണോമിക് ആയിട്ട് വരുന്ന, സാമ്പത്തികമായിട്ട് വരുന്ന കാരണങ്ങൾ കൂടിയാണ് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഭാവനയ്ക്ക് പ്രസക്തി ഉണ്ടായിത്തീരുന്നത്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതെല്ലാം തന്നെ സാമ്പത്തികമായിട്ട് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സാമ്പത്തികമായിട്ട് ശക്തിപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ ഇന്ത്യ സാമ്പത്തികമായി വലിയ ശക്തിയായി മാറുമ്പോൾ അതിൻ്റെ കൂടെ ബംഗ്ലാദേശിനും അതേപോലെ തന്നെ പാകിസ്ഥാനും കൂടിച്ചേരാനായിട്ട് കഴിഞ്ഞാൽ പഴയ ഈ അഖണ്ഡ ഭാരതം എന്ന് പറയുന്ന സങ്കല്പം സാക്ഷാത്കരിക്കപ്പെടും. അതൊരു RSS അഖണ്ഡ ഭാരതമായിട്ടല്ല ഈ വിഭാവനയിൽ വരുന്നത്. കാരണം RSS അഖണ്ഡ ഭാരതത്തിന് വേണ്ടിയിട്ട് നിൽക്കുമെങ്കിലും അതിൽ മുസ്ലിങ്ങൾക്ക് എന്ത് സ്ഥാനം നൽകണം എന്നുള്ള കാര്യത്തിൽ അവർക്ക് സംശയമൊന്നും ഉണ്ടാവില്ല. മുസ്ലിം ശത്രുവായിട്ട് തന്നെ അവർ കണക്കാക്കും. അപ്പോൾ അതല്ലാത്ത ഒരു മേഖലയിൽ ഇതിനെയുള്ള സങ്കല്പങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യത ആണ് പല പ്രമുഖരായിട്ടുള്ള ആളുകളും പങ്കുവെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഈ ബ്രിട്ടീഷ് ഇന്ത്യ തിരിച്ചു വരുന്നതാണോ മാഷ് പറയുന്നത്? ആ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഒരു പ്രവിശ്യ എന്ന് പറയുന്ന സാധനത്തിൻ്റെ സാധ്യതകൾ ഇങ്ങനെ വേണമെങ്കിൽ വളർന്നു വരാം. കാരണം പാകിസ്ഥാനുമായിട്ട് ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് ശേഷം പാകിസ്ഥാൻ്റെ ഒരുപാട് മേഖലകൾ നമ്മൾ തകർത്തിട്ടുണ്ട്. ശരി, സാമ്പത്തികമായിട്ട് വലിയ തകർച്ച എന്ന് പറയുന്ന അവർക്ക് നമ്മൾ നൽകിയിരുന്നതായിട്ടുള്ള നദീജലം നമ്മൾ അടച്ചു തകർത്തു എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ അവരെ കൂടുതൽ ദരിദ്രരാക്കി തീർക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പാകിസ്ഥാൻ ഈ തീവ്രവാദികൾക്ക് കേന്ദ്രങ്ങൾ ഒരുക്കിയതിൻ്റെ ഫലമായിട്ടൊക്കെ പാകിസ്ഥാനും വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ഒക്കെ വെച്ച് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോൾ അമേരിക്ക, ട്രംപ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായിട്ട് മാറ്റും എന്ന് പറയുന്നുണ്ടല്ലോ. അത് ആളുകൾ ദിവസവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അങ്ങനെ ആകാവുന്നതാണല്ലോ. വേണമെങ്കിൽ ഒരു ദിവസം അത് സംഭവിച്ചുകൂടായില്ല. വരും ദിവസം നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭാഗമാകും എന്ന് പറഞ്ഞേക്കാം. അതിനും സാധ്യതയുണ്ട്. അല്ല, അങ്ങനെ പറയാം. അങ്ങനെ പറയുമ്പോൾ അത് അംഗീകരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് അങ്ങനെ ആകുന്നതുകൊണ്ട് ചില ഗുണങ്ങളുണ്ടെന്നുള്ള തോന്നലുണ്ടാകും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാമ്പത്തികമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഒരു പട്ടാള ഭരണകൂടത്തിന് വിധേയമായി നിൽക്കുന്ന രാഷ്ട്രം, അവരെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യം എന്ന് പറയുന്നത്, ഡെമോക്രസി എന്ന് പറയുന്നത് വേണ്ടത്ര ലഭ്യമല്ലാതെ പോകുന്നുണ്ട്. സമ്പത്ത് ലഭിക്കുന്നില്ല, വിദ്യാഭ്യാസം, അതേപോലെ പുരോഗതി, മറ്റെല്ലാ കാര്യങ്ങളിലും അവർക്ക് ലോകത്തിനൊപ്പം തന്നെ കുതിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത്തരം സങ്കല്പങ്ങൾ, പഴയ കാലത്തെ ഇതുപോലെ നമുക്ക് ഒരുമിച്ച് ചേർന്നാൽ എന്ത് എന്ന് പറയുന്ന ചിന്തകൾ വളർന്നു വന്നുകൂടായില്ല. അത് ഹൈപ്പോത്തറ്റിക്കലാണെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വലിയ സ്വപ്നമാണ്. അത് വലിയ സ്വപ്നമാണ്, സാക്ഷാത്കരിക്കാൻ എളുപ്പമുള്ളതല്ല താനും. പക്ഷെ നമ്മൾ പാടുന്ന ദേശീയ ഗാനം ജനഗണമനയിൽ സിന്ധ്, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ നമ്മളിപ്പോഴും വരികളുണ്ട്. സിന്ധൊക്കെ ഇപ്പോഴും അല്ല, നമ്മൾ അത് ഒരുമിച്ച് നിന്നിരുന്ന കാലത്ത്, ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് നമ്മൾ പാടിയ ദേശീയ ഗാനമല്ലേ അത്. അത് സ്വാഭാവികമായിട്ടും ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, എല്ലാം ഒരു അണ്ടർ വൺ അംബ്രല്ല എന്ന് പറയുന്ന തലത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ത്യയും ഒക്കെ ഒരുമിച്ച് ഒറ്റ കുടക്കീഴിൽ വരുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് രസകരമായൊരു സങ്കല്പമാണ്. അത്
ഈ നേരത്തെ പറഞ്ഞ വർഗീയതയുടെ ഒരു പശ്ചാത്തലം ഒഴിവാക്കപ്പെട്ടാൽ ആ ജനതകളൊക്കെ ഒരുമിച്ച് ചേർന്നാൽ നല്ലതായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചരിത്രം എന്ന് പറയുന്നത് ഇതിൻ്റെ നേരെ ഇങ്ങനെ നിൽക്കും. ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ദേശീയ ഗാനത്തിൽ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനത്തിൽ ഈ സിന്ധൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിലുള്ള സാധനമാണല്ലോ. അപ്പോൾ അതൊരു സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതങ്ങനെ തന്നെ സാക്ഷാത്കരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിഭജനവുമായി ബന്ധപ്പെട്ട നമ്മളുടെ മുറിവുകളുണ്ട്. ആ മുറിവുകളും കൂടി ഉണങ്ങേണ്ടത് ആവശ്യമാണ്. പലരും ആഗ്രഹിക്കുന്നുണ്ട് ഒരുമിച്ചായി തീർന്നാൽ. കാരണം നമ്മളുടെ ഒരു സഹോദര ഭാഗമാണ് അത്. പക്ഷെ പാകിസ്ഥാൻ നമ്മുടെ ഒരു സഹോദരനെ പോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞത്. ആണ്. ശത്രുത പുലർത്തുന്ന സമയത്തും അങ്ങനെയാണ്. നമ്മൾ ഭയങ്കര വീറോടുകൂടി എതിർക്കുന്ന സമയത്ത് പോലും അത് നമ്മുടെ ഒരു ഭാഗമാണ് എന്ന ഒരു ചിന്ത എപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഈ പാക് അധീന കാശ്മീർ എന്നൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ. ആ ഒരു കഷ്ണം മാത്രമല്ല, എല്ലാം ഒരുമിച്ച് ചേരുകയാണെന്ന് വെച്ചാൽ വളരെ അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് അതിൽ ഈ അഖണ്ഡ സങ്കല്പമില്ല, അത് ഇതിൻ്റെ കൂടെ ചേർക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോരാ, എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു വലിയ ഐക്യപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരു അഖണ്ഡ ഭാരതത്തിൻ്റെ സങ്കല്പ സാക്ഷാത്കരണം എന്ന് പറയുന്നത് വളരെയധികം സഹിഷ്ണുതയുള്ള ഒരു സമൂഹമായി ഇന്ത്യയും അതേപോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശൊക്കെ മാറിയ മാത്രം സാധ്യമായ കാര്യങ്ങളാണ്. നമ്മളിവിടെ RSSനെ കുറിച്ച് പറയുന്നവർ അപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി ഒക്കെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരെ കൂടി എത്രമാത്രം പൊരുത്തപ്പെടുമെന്നും ഒന്നായിത്തീരുമെന്നും നമുക്ക് ഉറപ്പൊന്നും പറയാനായിട്ട് പറ്റും. പക്ഷേ ഈ നമ്മുടെ വിഭജനം ഇന്ത്യയുടെ നെഞ്ചിലേറ്റ ഏറ്റവും വലിയ മുറിവാണ് വിഭജനം എന്ന് പറയുന്നത്. അതെ, അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കാമായിരുന്നില്ലേ? അതെ, അത് ഒഴിവാക്കാമായിരുന്നതാണ്. ആരുടെ പോരായ്മ യഥാർത്ഥത്തിൽ? അതിന് നമുക്ക് അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിൽ കഥയില്ലെന്നുള്ള, അതങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇന്ത്യയുടെ നിർഭാഗ്യം. പലരും കുറ്റപ്പെടുത്തലുകൾ നടത്തുമ്പോൾ തെരഞ്ഞുപിടിച്ച് കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ആത്മനിഷ്ഠമായിട്ടുള്ള വിചാരണകളിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളായിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കൊരു വ്യക്തിയുടെ കാരണം കൊണ്ട് സംഭവിക്കുന്നതല്ല. അത് ഒഴിവാക്കാൻ പറ്റുന്നതായിരുന്നു. ഇവര് പലരും പറയുന്നത് എങ്ങനെയാണല്ലോ, ജിന്നെ ഈ അഭിവക്ത ഭാരതത്തിൻ്റെ അധികാരിയായിട്ട് നിശ്ചയിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ. നെഹ്റുവിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് ഇത് വിഭജിച്ചതെന്ന് പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പേര് അവരവരുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്കത് കണക്കാക്കേണ്ടതുള്ളൂ. അതിനപ്പുറത്തില്ല. എങ്കിലും ഇതൊരു വലിയ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നല്ലതാണ് എന്ന് കണക്കാക്കാം. ഇപ്പം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വലിയ ശത്രുതയാണ് ഇപ്പം പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് പോലും പാകിസ്ഥാനികളെ ചീത്ത വിളിക്കുന്നു, പാകിസ്ഥാനെ കല്ലെറിയുന്നു. ഇത് മാറണം യഥാർത്ഥത്തിൽ. കാരണം നമ്മുടെ ഒരു സഹോദരനാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അത് മാറണമെങ്കിൽ ഇത് കൂടിച്ചേരുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം അത് യാഥാർത്ഥ്യമാണ്. അല്ല, അതങ്ങനെ ആയിത്തീർന്നാൽ ഇതൊക്കെ ഇങ്ങനെയാണല്ലോ. മനുഷ്യൻ്റെ മൂഡ് ഓഫ് ചേഞ്ചാണ് ശരിക്കും പറഞ്ഞത്. മനുഷ്യർക്ക് അങ്ങനെ തോന്നുകയാണ് ചെയ്യുന്നത്. ഒരു കൂട്ടം മനുഷ്യർക്ക് വലിയ ജനവിഭാഗങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റങ്ങൾ സംഭവിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ പറയുന്നത് മുസ്ലിം എന്ന് പറയുന്ന അവരനെ നിർമ്മിച്ച് ആ അവരത്വത്തിൽ അധികാരത്തിലെത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വർഗീയത, ഹിന്ദുത്വ വർഗീയത നിൽക്കുമ്പോൾ ഇതൊരുമിച്ച് ചേരുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്നതിൽ അർത്ഥമില്ല. എന്നാൽ അവർക്ക് തന്നെ അത് മാറണം. അവരുടെ തന്നെ സങ്കല്പത്തിലുള്ള ഒരു അഖണ്ഡ ഭാരത സാക്ഷാത്കാരം ഉണ്ടാകണം എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെയുള്ള ചിന്തകളിലേക്ക് കാര്യങ്ങൾ പോകാവുന്നതാണ്. എല്ലാം കൊണ്ടും തകർന്നിരിക്കുകയാണ്. സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്നു. മറ്റു രാഷ്ട്രങ്ങൾ തമ്മിൽ അവരുമായിട്ട് യോജിക്കാൻ തയ്യാറാവുന്നില്ല. മാത്രമല്ല ആഭ്യന്തര കലഹങ്ങൾ, ബലൂച്ചികളെ പോലുള്ള ആളുകളുണ്ട്. ബലൂച്ചികളൊക്കെ ഇന്ത്യക്ക് പിന്തുണയ്ക്കുന്നവരാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഘടകങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണല്ലോ. അതെ, ഇന്ത്യക്ക് അവരെ സഹായിക്കാൻ കഴിയും എന്ന് ഉള്ള ഒരു തോന്നലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സാമ്പത്തികമായിട്ട് ഇന്ത്യ മുന്നോട്ട് നന്നായിട്ട് പോകുമ്പോൾ അതിന് ഒപ്പം പോകാനായിട്ട് പറ്റാത്തൊരു രാഷ്ട്രമായിട്ടാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. ബംഗ്ലാദേശും അങ്ങനെയൊക്കെ. അങ്ങനെ വന്നാൽ
അത് അവർക്കൂടി ഗുണകരമായി തോന്നുന്ന തരത്തിലേക്ക് മാറിയാൽ, നേരത്തെ പറഞ്ഞ വെറുപ്പുൽപാദനം ഇല്ലാതായാൽ അതൊക്കെ വേണമെങ്കിൽ സാക്ഷാത്കരിക്കപ്പെടാം. ഇത് രണ്ടുപേരും ചെയ്യുന്നുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമിയും നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വെറുപ്പുൽപാദിപ്പിക്കുന്നുണ്ട്. RSSും നല്ല രീതിയിൽ വെറുപ്പുൽപാദിപ്പിക്കുന്നുണ്ട്. ആ വെറുപ്പുൽപാദന ഫാക്ടറികൾ അടച്ചുപൂട്ടിയാൽ തന്നെ ഒരുപക്ഷെ ഈ അഖണ്ഡ ഭാരത സങ്കല്പം എന്ന് പറയുന്നത് വേണമെങ്കിൽ ആകാം. ഞാൻ അവസാനം നിർത്തുമ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം. പക്ഷേ വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ തരത്തിലുള്ള ഒരേ മതത്തിലുള്ള ആളുകൾ തന്നെ പല ദൈവങ്ങളെ വിവിധ രീതിയിൽ പല സ്ഥലങ്ങളിൽ ആചരിക്കുന്നു. ഇങ്ങനെയുള്ള വലിയ വ്യത്യസ്തത ഒരൊറ്റ ഇതിൽ നിൽക്കുന്നു എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഗതിയായിട്ട് നിൽക്കുന്നു പറയുന്നത് വലിയൊരു മഹാ അത്ഭുതമാണ്. അത് നമ്മുടെ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു വലിയ കൺസെപ്റ്റാണ്, ആ സങ്കല്പമാണ്. ഈ നാനാത്വത്തിൽ ഏകത്വത്തിന് പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ സങ്കല്പം എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന ഇൻക്ലൂസീവ് ആയിട്ടുള്ള നേച്ചറുള്ളതാണ്. ആ ഇൻക്ലൂസീവ് നേച്ചറിന് ഇതെല്ലാം ഒരുമിച്ച് തരാനായിട്ട് കഴിയും. നോക്കൂ, വിഭജനം ഉണ്ടായ സമയത്ത് നമ്മൾ അന്ന് പാത്രങ്ങൾ വരെ പങ്കുവെച്ച ആളുകളാണ്. അതുകൊണ്ടൊക്കെ ഈ കൂടിച്ചേരൽ എന്ന് പറയുന്ന സമയത്ത് ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത്തരത്തിലുള്ള ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആളുകളുടെ ഇടയ്ക്ക് പോകുന്നത് വളരെ വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ ഒരു വലിയ ഗുണം എന്ന് വെച്ചാൽ വലിയൊരു ഐക്യസങ്കല്പത്തിൻ്റെ കൺസെപ്റ്റാണുള്ളത്. ചെറിയൊരു കാര്യമല്ല. ഇപ്പം എന്താണ്, എല്ലാവരും പല മതത്തിലും വിശ്വാസികളിലും, നമ്മളൊക്കെ ആത്യന്തികമായിട്ട് മനുഷ്യന്മാരാണ്. മനുഷ്യന്മാർ കൂടിയോജിക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അതാണ് അതിൻ്റെ നന്മ. ആ നന്മയിലാണ് നമ്മളിങ്ങനെ ഒരു സങ്കല്പം എടുത്ത് വെക്കുന്നത്.